കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിന് പിന്നാലെ പരീക്ഷകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുവാൻ തീരുമാനം. അൺഎയ്ഡഡ് കോളേജുകളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. 60 ജീവനക്കാരെയാണ് തിങ്കളാഴ്ച മുതൽ ഇതിനായി നിശ്ചയിച്ചിരിക്കുന്നത്. ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയതെന്ന് ഷൈൻ ടോം ചാക്കോ. ചോദ്യം ചെയ്യലിനിടെയാണ് ഷൈൻ ഇക്കാര്യം പോലീസിനോട് വ്യക്തമാക്കിയത്. 3 എസ്പിമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കൂടാതെ ഷൈന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ, കോളുകൾ, ഗൂഗിൾ പേ ഇടപാടുകൾ എന്നിവയെല്ലാം പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കെ 4ാം വാർഷികം ആഘോഷിക്കാൻ സർക്കാരിന് ധാർമ്മിക അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരാണ് മുൻപത്തെ വിഷയത്തിൽ പ്രതിയെന്നും കൂടാതെ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ആരാധനാലയങ്ങളിലെ അനധികൃത ഉച്ചഭാഷണങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി മജീന്ദർ സിംഗ് സിർസ പറഞ്ഞു. ശബ്ദമലിനീകരണം തടയാനുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രജൌരി മണ്ഡലം സന്ദർശിച്ചപ്പോഴാണ് സിർസ ഈ തീരുമാനം പ്രഖ്യാപിച്ചത്.